بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم صدق الله مولانا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ചതമ്പുരാൻ അതിന്റെ വിശാലമായ കാരണം കൊണ്ട് ഈ മഹ്ഫറത്തിന്റെ പത്തിൽ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും നോമ്പുകളും മറ്റു ഇബാദത്തുകളും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ലോകത്ത് സമാധാനം നിലനിർത്തുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ അല്ലാഹു യുദ്ധഭീതി അകറ്റി അവിടെ ഒരു നല്ലൊരു അന്തരീക്ഷം അല്ലാഹു കൊണ്ടുവരുമാറാകട്ടെ. തിന്മയുടെ വക്താക്കൾക്ക് അല്ലാഹു തആല പരാജയം നൽകുമാറാകട്ടെ. മുസ്ലിം സൈന്യത്തിന് അല്ലാഹു ശക്തിയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികൾ, നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു രണ്ട് കാര്യങ്ങളാണ് നിബന്ധനയാക്കി വച്ചിരിക്കുന്നത്. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് അമലു സ്വാലിഹാത്താണ്. ഇത് രണ്ടുമില്ലാത്ത ഒരാൾക്ക് സ്വർഗം ലഭിക്കുക സാധ്യമല്ല. ഈമാനാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അമല് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ മാത്രമേ അമല് ചെയ്യേണ്ടതുള്ളൂ. ഒരാൾക്ക് ഈമാൻ ഉണ്ടായി അമല് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല, അയാൾക്ക് സ്വർഗം ലഭിക്കും. ഈമാൻ അടിസ്ഥാനപരമായിട്ടുണ്ടായി അമലിൽ കുറവുകൾ സംഭവിച്ചു, എന്നാലും എന്നെങ്കിലും ഒരു കാലത്ത് അയാൾ സ്വർഗത്തിലെത്തും. അടിസ്ഥാനപരമായി വിശ്വാസം ഒരാളിലുണ്ടെങ്കിൽ അവൻ കാലാകാലം ഒരിക്കലും നരകത്തിലായിരിക്കില്ല. അങ്ങനെ ഒരാളും നരകത്തിൽ ശാശ്വതമായി കിടക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വാസമുള്ളവൻ എന്നെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിൽ കടന്നിരിക്കും. ആ വിശ്വാസം അടിസ്ഥാനപരമായി ഇല്ലാത്ത ആളുകളാണ് കാലാകാലം നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. അപ്പൊ ഈമാനാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരൊറ്റ ഫർദ് നമസ്കാരം പോലും നമസ്കരിച്ചിട്ടില്ല. കാരണം നമസ്കാരം നിർബന്ധമാക്കുന്നത് നബുവത്തിന്റെ 10-ാം വർഷം, 10 വർഷവും 3 മാസവും കഴിഞ്ഞ് റജബ് 27-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയ സമയത്താണ്. അതിനു മുമ്പ് 5 നേരത്തെ നമസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ഖദീജ റളിയല്ലാഹു തആല അതിനു മുമ്പ് തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. അവരുടെ ഖബർ ഇന്ന് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലാണുള്ളത്. ആയിഷ ബീവി അടക്കമുള്ള മറ്റ് ഭാര്യമാരുടെ ഖബറുകൾ മദീനയിലെ ജന്നത്തുൽ ബഖീലാണുള്ളത്. അപ്പൊ ഖദീജ ബീവി ഒരൊറ്റ ഫർദ് നമസ്കാരം പോലും നമസ്കരിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവര് നാളെ സ്വർഗത്തിൽ സ്വർഗീയ വനിതകളുടെ നേതൃത്വത്തിൽ അവരുണ്ടായിരിക്കും. എന്നാൽ അവർ ജാഹിലിയ കാലത്ത് പോലും ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല. ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്നും പരിശുദ്ധ കഅബയിലേക്ക് 9 മുഴം അകലമാണുള്ളത്. 9 മുഴം അകലത്തിലാണ് കഅബയുള്ളത്. ആ കഅബക്കകത്ത് 300 ചില്ലാനും വിഗ്രഹങ്ങളുണ്ട്. വിദൂര അറബ് രാജ്യങ്ങളിൽ നിന്ന്, യമനിൽ നിന്നൊക്കെ ആളുകൾ കഅബയിൽ വന്ന് ഈ വിഗ്രഹങ്ങൾക്ക് സുജൂദ് ചെയ്യാറുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ആളുകൾ വന്ന് പരിശുദ്ധ കഅബയ്ക്ക് തവാഫ് ചെയ്യുകയും കഅബക്കകത്തിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ 9 മുഴം അകലെ താമസിക്കുന്ന ഖദീജ ബീവി ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ വിഗ്രഹങ്ങൾക്കൊന്നും സാഷ്ടാംഗം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ ആദ്യം ഈ ലോകത്ത് ഭാഗ്യം കിട്ടിയ മഹദി ഖദീജ ബീവിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും വിളിക്കുന്നതിന് മുമ്പ് ഹിറാ ഗുഹയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യും വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയം ആദ്യമായി വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്ത് ആ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആ മഹദിക്കാണ് ഭൂമി ലോകത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആ ഒരു മഹത്വം ലഭിച്ചത്. അപ്പൊ അവര് ഒരു നേരത്തെ
നമസ്കാരം പോലും നമസ്കരിക്കാതിരുന്നിട്ട് പോലും അവർ സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുണ്ട്. അപ്പൊ ഈമാനാണ് അടിസ്ഥാനം, അമലല്ല എന്ന് മനസ്സിലാക്കാനാണ് എന്നത് പറഞ്ഞത്. ഉഹുദ് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, ഉഹുദ് മലയുടെ താഴ്വരയിൽ സഹാബാക്കൾ ശത്രുക്കളോട് ധീരധീരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ വന്നു കയറി. അദ്ദേഹത്തിന്റെ പേര് അംർ ഇബ്നു സാബിത്ത് എന്നാണ്. മുസ്ലിമീങ്ങളെ മനുഷ്യനെ സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കിയത്. കാരണം ഇവർ ഈ യുദ്ധത്തിലേക്ക് വരുന്ന സമയം വരെ ഈ മനുഷ്യൻ മുശ്രിക്കാണ്. ഇപ്പോൾ ഇദ്ദേഹം യുദ്ധത്തിനിടയ്ക്ക് ഇങ്ങനെ വന്നു കയറിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സഹാബാക്കൾ, നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനാണോ വന്നത്, അതോ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനാണോ വന്നത്? ഇവർക്ക് സംശയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നതാണ്. മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നയാളാണ് ഞാൻ. അപ്പൊ ഇവർക്ക് അത്ഭുതം തോന്നി, ഞങ്ങൾ യുദ്ധത്തിന് വരുമ്പോൾ നീ മുശ്രിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈമാൻ കിട്ടി. നിങ്ങൾ പോകുന്നതിന് ശേഷം എനിക്ക് ഈമാൻ കിട്ടി, ഞാൻ വിശ്വസിച്ചു. ഞാനിപ്പോ നിങ്ങളുടെ കൂടെ ശത്രുവിനെതിരെ പോരാടാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം സഹാബാക്കൾ വളരെ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. അതിശക്തമായി അദ്ദേഹം ശത്രുസേനയോട് യുദ്ധം ചെയ്യുകയാണ്. അടുത്ത നിമിഷം വരെ മുശ്രിക്കായിരുന്ന മനുഷ്യൻ, അവരുടെ കൂടെയായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ധീരധീരം അവരോട് പോരാടുകയാണ്. കുറച്ചു കഴിഞ്ഞ ആ മനുഷ്യൻ യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ ആയുധപ്രയോഗത്തിലൂടെ മരിച്ചു വീണു. അദ്ദേഹത്തിന്റെ ജനാസ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഖലീലുൻ അമലുഹു കസീറുൻ അജ്റുഹു. വളരെ കുറച്ച് അദ്ദേഹം അമല് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന്റെ കൂലി വലുതാണ്. ഏതാനും നിമിഷങ്ങൾ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു വന്നൊരു മനുഷ്യന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഷഹീദാകാനുള്ള ഭാഗ്യം കിട്ടി. ആദ്യത്തെ തുള്ളി ചോര ആ ഭൂമിയിൽ വീണതോടുകൂടി, ഉഹുദ് രണാങ്കണത്തിൽ ആ രക്തം വീണതോടുകൂടി ആ മനുഷ്യന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുഴുവൻ തെറ്റുകളും പൊറുക്കപ്പെട്ടു. ആ മനുഷ്യൻ രക്തസാക്ഷികളുടെ അടുക്കിലേക്ക്, സ്വർഗത്തിൽ പച്ചപ്പറവകൾക്കുള്ളിൽ അവരുടെ അർവാഹുകൾ പാറി നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വർഗത്തിലേക്ക് ആ മനുഷ്യന്റെ റൂഹ് എത്തിക്കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അമല് എല്ലാവർക്കും അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അമലിന് അവസരം കിട്ടിയില്ലെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈമാൻ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. നമ്മൾ രൂപപ്പെടുത്തിയൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിനകത്ത് നാം ഏറ്റവും പ്രധാനമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈമാനാണ്. ഈമാനിനെതിരാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്കാണ് ഏറ്റവും ഗൗരവമായ തെറ്റ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഹാബാക്കളെ, ഇജ്തനിബു സബഅൽ മുബിക്കാത്ത്, നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന 7 വൻപാപങ്ങളുണ്ട്, അത് നിങ്ങൾ ഒഴിവാക്കണം. പാപങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് വൻപാപങ്ങളാണ്, മറ്റൊന്ന് ചെറുപാപങ്ങളാണ്. വൻപാപങ്ങളിൽ തന്നെ അതിഗൗരവമായ 7 പാപങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞത് മൂബിക്കാത്ത്, അൽ മുഹ്ലിക്കാത്ത്. അതിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ ആ പാപങ്ങൾ നിങ്ങളെ നശിപ്പിച്ചു കളയും. അത്ര ഗൗരവമുള്ള 7 പാപങ്ങളെ പ്രവാചകൻ എണ്ണി പറയുന്നുണ്ട്. നമുക്കറിയാം, ഒന്ന് അശ്ശിർക്കു ബില്ലാ, പടച്ചോനെ ശിർക്ക് ചെയ്യാം. അതാണ് ഏറ്റവും ഗൗരവമായ പാപം എന്ന് പറയുന്നത്. രണ്ടാമത്തത് അസ്സിഹ്റു, സിഹ്ർ ചെയ്യുക, അഭിചാരം ചെയ്യുക. മൂന്നാമത്തത് ഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ഒരു ആത്മാവിനെ, ഒരു ശരീരത്തെ കൊല്ലുക. നാലാമത്തത് അക്കുലു മാലിൽ യതീം, അക്കുലു റിബ, പലിശ തിന്നുക. അടുത്തത് അക്കുലു മാലിൽ യതീം, യതീമിന്റെ ധനം ഭക്ഷിക്കുക. അടുത്തത് അത്തവല്ലി യൗമ സഖ്ഫി, യുദ്ധം ഇങ്ങനെ കൊടുമ്പുരിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധമുന്നണിയിൽ നിന്നും പിന്തിരിഞ്ഞോടുക. അടുത്തത് ഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്, പതിവ്രതകളായി ജീവിക്കുന്ന, തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളെക്കുറിച്ച് ആരോപണം പറയുക. ഈ 7 പാപങ്ങൾ, 7 പാപങ്ങളെ പ്രവാചകൻ എണ്ണി പറഞ്ഞിട്ട് ഇത് മുഹ്ലിക്കാത്തുകളാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ 2 പാപങ്ങളും, ഷിർക്കും സിഹ്റും,
അത് നമ്മുടെ വിഷയവുമായിട്ട് ഏറെ ബന്ധമുള്ള രണ്ട് പാപങ്ങളാണ്. ഒരു കുടുംബത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത് പലപ്പോഴും സിർക്കായിരിക്കും, പിന്നെ കടന്നു വരുന്നത് സിഹ്റായിരിക്കും. ഇതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയും ആദം അലൈഹിസ്സലാമും സ്വർഗത്തിൽ നിന്ന് ഇവിടെ എത്തി. സ്വർഗത്തിലെത്തി ഭൂമി ഒരു പുതിയ അനുഭവമാണ് അവർക്ക്. നമുക്കറിയാം, രണ്ട് മനുഷ്യന്മാർ ആദ്യമായി ഭൂമി കാണുമ്പോഴുള്ള ഒരു ഭീകരാവസ്ഥ ഉണ്ടാകും. ഇന്നുവരെ കാണാത്തൊരു ലോകത്തേക്ക് അവർ വന്നു. ഭൂമിയിലെ പുതിയ പുതിയ അനുഭവങ്ങൾ അവരെ വല്ലാതെ ഭയപ്പെടുത്തി. രാത്രിയിലാണ് അവർ വന്നത്. അവർ രാത്രി കാണുകയാണ് ആദ്യം. രാത്രി അവരെ വല്ലാതെ ഭയപ്പെടുത്തി. സൂര്യപ്രകാശം കാണാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിന് സുബഹി നമസ്കാരം നിശ്ചയിച്ചു കൊടുത്തത്. നാം ഇന്ന് നമസ്കരിക്കുന്ന 5 നേരത്തെ നമസ്കാരങ്ങൾ ചരിത്രത്തിൽ ഏതോ ഒക്കെ പ്രവാചകന്മാർ ചെയ്തു പോയ നമസ്കാരങ്ങളാണ്. അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി പടച്ച തമ്പുരാൻ നമുക്ക് തന്നതാണ്. സുബഹി ആദ്യമായി ചരിത്രത്തിൽ നമസ്കരിച്ച ആദം നബി അലൈഹി ഇസ്ലാമാണ്. അതിന് കാരണം അദ്ദേഹം ആദ്യമായി തന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ട് രാത്രി കാണുകയാണ്. അദ്ദേഹത്തെ ഭയപ്പെടുത്തി. നേരം വെളുത്ത് പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചു. അപ്പോൾ ആ ഇരുട്ട് മാറിപ്പോയതിന്റെ നന്ദി സൂചകമായി ആദം നബി അലൈഹി ഇസ്ലാം നമസ്കരിച്ച നമസ്കാരമാണ് സുബഹി. പ്രകാശം വന്നതിന് നന്ദി പടച്ചവനോട്. സൂറത്തുൽ ഫലഖിൽ അല്ലാഹു വിഷയം പറയുന്നുണ്ട്. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്. ഫലഖിന്റെ റബ്ബ് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച എല്ലാ തിന്മകളിൽ നിന്നും. രാത്രിയുടെ ശർറിൽ നിന്നും കാവൽ ചോദിക്കാനാണ് സൂറത്തുൽ ഫലഖ് പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, രാത്രി ഇരുൾ മുട്ടുന്ന സമയം, തന്തശിറു ഷയാത്തീൻ, പിശാചുകൾ ഓടി നടക്കുന്ന സമയമാണ്. രാത്രി പിശാചുകൾക്ക് വളരെ അനുകൂല സാഹചര്യമാണ് പകലിനേക്കാൾ. സൂര്യാസ്തമയത്തോടുകൂടി പിശാചുകൾ ഇങ്ങനെ ഓടി നടക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഫക്കഫൂ സബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീട്ടിൽ തടഞ്ഞു വെക്കണം. അസ്തമയ സമയത്ത് കുട്ടികളെ നിങ്ങൾ വെളിയിൽ വിടരുത്. അസ്വസ്ഥത പറയാണ്. അത് വലിയ അപകടമാണ്. പലപ്പോഴും കുട്ടികൾ രാത്രി ഞെട്ടി ഉണർന്ന് കരയുന്നതിന്റെ പിന്നിൽ അസ്തമയ സമയത്ത് വെളിയിലിറങ്ങിയിട്ടുണ്ടായ പൈശാചിക ബാധയായിരിക്കും. പിശാചിന് കുട്ടികളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും. കുട്ടികൾക്ക് പിശാചുകളെ പെട്ടെന്ന് കാണാനും കഴിയും. അതവരുടെ ഹൃദയത്തിന്റെ ആ തെളിമയുടെ ഭാഗമാണ്. നമുക്ക് കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ ചെറിയ കുട്ടികൾ കാണും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചെറിയ കുട്ടികൾ പലപ്പോഴും ഒറ്റയ്ക്ക് കിടന്ന് ചിരിക്കുന്ന കാണും. തീരെ ചെറിയ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ചിരിക്കും. നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ ആ കുട്ടികൾ കാണുന്നുണ്ടാകാം. അവർക്കിതിന് കഴിയും. കാരണം നമ്മുടെ ഹൃദയങ്ങൾ തിന്മ കൊണ്ട് മൂടിപ്പോയി. പിശാച് മൂടി. കുട്ടികളുടെ ഹൃദയങ്ങൾ ശുദ്ധമാണ്. അതുകൊണ്ട് അവർക്ക് പലതും കാണാൻ കഴിഞ്ഞിരിക്കും. അപ്പൊ കുട്ടികൾ ഈ അസ്തമയ സമയത്ത് കുട്ടികളുമായി പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ പലപ്പോഴും കുട്ടികൾ നജസ് സൂക്ഷിക്കാത്തവരായിരിക്കും. മൂത്രമൊഴിച്ചാൽ ശരിക്കും കഴുകിക്കൊള്ളുന്നില്ല. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം നജസ്സുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് കയറുമ്പോൾ നമ്മോടൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. എന്താണ് അതിനർത്ഥം? അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിനൽ ഖുബസി, ആൺ പിശാചുക്കളിൽ നിന്നും, വൽ ഖബായിസി, പെൺ പിശാചുക്കളിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ മൂത്രപ്പരയും കക്കൂസുമാണ്, ടോയ്ലറ്റുകളാണ് പിശാചിന്റെ സങ്കേതം. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറുന്നത്. കുട്ടികൾ നജസ് സൂക്ഷിക്കാത്തവരാകുമ്പോൾ തീർച്ചയായിട്ടും പിശാചിന്റെ സ്വാധീനം അവരിൽ കൂടും. അതവരെ അസ്വസ്ഥരാക്കും. അതവർ രാത്രി എഴുന്നേറ്റ് രാത്രി ഉണർന്ന് ഞെട്ടിക്കരയാൻ ഇടയാകും. അതുകൊണ്ടാണ് വിശ്വാസം പറയും, നിങ്ങൾ കുട്ടികളെ തടഞ്ഞു വെക്കണം. പോരാം, വൗക്കുസിക്ക, നിങ്ങൾ പാത്രങ്ങൾ കെട്ടിവെക്കണം. കെട്ടാവുന്ന തോൽപാത്രങ്ങൾ കെട്ടിവെക്കണം. മൂടിവെക്കാവുന്ന പാത്രങ്ങൾ മൂടിവെക്കണം. രാത്രി തുറന്നിട്ട പാത്രങ്ങളിലെ ഭക്ഷണം, അതിലെ വെള്ളം രാവിലെ കുടിക്കരുത്. കാരണം വിശ്വാസം പറയുന്നുണ്ട്, രാത്രിയിൽ ആകാശത്തുനിന്ന് ബല ഇറങ്ങുന്നുണ്ട്, വിപത്തുകൾ ഇറങ്ങും രാത്രി. നിങ്ങളുടെ മൂടിവെക്കാത്ത പാത്രങ്ങളിൽ ഈ വിപത്തുകൾ ബാധിക്കാം. നിങ്ങൾ ആ വെള്ളം കുടിച്ചാൽ, ആ ഭക്ഷണം കഴിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ഉന്മേഷത്തേക്ക് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈകുന്നേര സമയമാകുമ്പോൾ നമ്മൾ പാത്രങ്ങൾ മൂടിവെക്കണം. മൃഗങ്ങളെ അഴിച്ചു തൊഴുത്തിൽ കെട്ടണം. മൃഗങ്ങളെയും ഇത് ബാധിക്കാം.
അലക്കി ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മടക്കി വീടിനകത്ത് സൂക്ഷിക്കണം. ഇതൊക്കെ അസ്തമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ രാത്രി പിശാചിന് ഏറ്റവും അനുകൂലമാണ്. ആ സമയത്ത് പിശാച് ഇങ്ങനെ ഓടി നടക്കും. അത് എവിടെയൊക്കെ സാധിക്കുമോ അതിന് സ്വാധീനിക്കാൻ കഴിയും, എവിടെയൊക്കെ സ്വാധീനിക്കും. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി തനിക്ക് കിട്ടിയ പ്രകാശത്തിന്റെ നന്ദിയായിട്ടാണ് സുബഹി നമസ്കരിച്ചത്. ഭൂമിയിൽ വന്നു. ഹവ്വ റളിയല്ലാഹു തആല ആദ്യമായി ഗർഭിണിയാകുകയാണ്. ഒരു സ്ത്രീ ചരിത്രത്തിൽ ആദ്യത്തെ ഗർഭം പേറുകയാണ്. ഹവ്വയുടെ വയറ് സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീയെ പോലെ വീർത്തു വരാൻ തുടങ്ങി. പിശാജ് അവിടെ ചെന്നു. ഈ ഹവ്വയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ പിശാജ് അവിടെ പ്രയോഗിച്ച തന്ത്രം ഒന്നാണെങ്കിൽ ഇവിടെ പ്രയോഗിച്ചത് വേറൊരു തന്ത്രമാണ്. ഇവിടെ പിശാജ് ഹവ്വയെ ഭയപ്പെടുത്തിയെന്ന, നിന്റെ വയറ് വീർത്തു വരുന്നുണ്ട്, എന്താണ് അതിനകത്ത്? സ്വാഭാവികമായിട്ട് ഹവ്വയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഭവം മുമ്പില്ല. പിശാജ് ഭയപ്പെടുത്തി, വയറ്റിലെന്തോ വളർന്നു വരുന്നു. അവിടെ പിശാജ് പറഞ്ഞു കൊടുത്തു, അത് നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ആ കുട്ടി നിനക്ക് സുരക്ഷിതമായി ജനിക്കണമെങ്കിൽ ഞാനൊരു പേര് പറഞ്ഞുതരാം. കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്ന് പേരിടണം. ഹാരിസ് എന്നുള്ളത് ആകാശലോകത്ത് ഇബ്ലീസിന്റെ പേരായിരുന്നു. അവിടെ പിശാച് ഹവ്വയെ ഉപദേശിക്കുന്നത് ശിർക്കിന് വേണ്ടിയാണ്. സ്വർഗത്തിൽ നിന്ന് ഹിക്മത്തിലൂടെ പുറത്തിയാടിച്ച് ഭൂമി വന്നിട്ട് ആദ്യമായി ഒരു മനുഷ്യനെ കൊണ്ട് പിശാച് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച തെറ്റ് കൊലപാതകമല്ല, പലിശ തിന്നലല്ല. ആദ്യമായി ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച തെറ്റ് ഇതാണ്, ശിർക്കാണ്. ഹവ്വയുടെ അടുക്കൽ ചെന്ന് പറയുന്നത്, അബ്ദുൽ ഹാരിസ് പറഞ്ഞ എന്റെ അടിമ, ഇബ്ലീസിന്റെ അടിമ എന്ന ആ കുട്ടിക്ക് പേരിടണം. എന്നാൽ ആ കുട്ടി ജനിക്കും, ആ കുട്ടി വളരും. അപ്പൊ ഇത്രമാത്രം പിശാചിന് ഒരു മനുഷ്യനിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പിശാച് ശ്രമിക്കുന്നത്, ഏറ്റവും ആദ്യം ശ്രമിക്കുന്നത് അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാനായിരിക്കും. ശിർക്ക് ചെയ്യാൻ തയ്യാറായില്ലെങ്കിലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അവൻ കടക്കുള്ളൂ. അത്ര ഗുരുതരമുള്ളൊരു വിഷയമാണ് തെറ്റെന്ന് പറയുന്നത്. നമ്മുടെ സ്ത്രീകൾക്കിടയിലും ഒരു കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഹവ്വ റളിയല്ലാഹു തആലയെ എങ്ങനെയാണ് ഇബ്ലീസ് സ്വാധീനിച്ച് ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്, അത്തരം ചില ശ്രമങ്ങൾ നമ്മുടെ സ്ത്രീകൾക്കിടയിലും പിശാച് നടത്തും. അത് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായ കുട്ടിക്ക് സുഖപ്രസവം കിട്ടാൻ വേണ്ടിയായിരിക്കാം, ഈ കുട്ടി നല്ലവനാകാൻ വേണ്ടിയായിരിക്കാം. അവനെ പിശാച് ഉപദേശിക്കും, നീ ഇന്ന സ്ഥലത്ത് പോവുക, നീ ഇന്ന സ്ഥലത്ത് പോവുക, അവിടെ കൊണ്ടുപോയി ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് നിന്റെ കുട്ടി സുരക്ഷിതമായി വളരും, സുരക്ഷിതമായി ജനിക്കും, അല്ലെങ്കിൽ കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയുണ്ടാകും. അതിനൊക്കെ വേണ്ടി ശിർക്കിന്റെ കേന്ദ്രങ്ങൾ പിശാച് ചൂണ്ടിക്കാണിച്ചു തരും, അവിടെ പോകാൻ വേണ്ടി പറയും. അങ്ങനെ സ്ത്രീകൾ അവിടെ പോകും, ഭർത്താക്കന്മാർ സഹായിക്കും. ഇത് ഹവ്വ റളിയല്ലാഹു തആല അൻഹയിൽ ആദ്യം ഇബ്ലീസ് പരീക്ഷിച്ച പരീക്ഷണമാണ്. ആ പരീക്ഷണമാണ് ഇന്നും നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഇബ്ലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു കുടുംബനാഥൻ തന്റെ സഹധർമ്മിണിയെ ഈ ശിർക്കിൽ നിന്നും തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഈമാൻ നഷ്ടപ്പെട്ടാൽ ദുനിയാവ് നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ഖുർആൻ ഊന്നി പറഞ്ഞത് പല സ്ഥലങ്ങളിൽ. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന ഒന്നാമത്തെ ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ നീ ഒരിക്കലും ശിർക്ക് ചെയ്തു പോകരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്ക് മഹാപാപമാണ്, ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. ആദ്യത്തെ ഉപദേശം ഇതാ. നമ്മൾ നമ്മുടെ മക്കളോട് കൊടുക്കേണ്ട, നമ്മുടെ ഭാര്യയോട് കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഉപദേശം, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും ആദ്യത്തെ ഉപദേശം ശിർക്ക് ജീവിതത്തിൽ ചെയ്യരുത് എന്നുള്ളതാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവന് സ്വർഗം ഹറാമാക്കി, അവന്റെ മഅ്വ, അവന്റെ അഭയസ്ഥലം നരകമായിരിക്കും. പ്രവാചകനോട് പോലും ഖുർആൻ പറഞ്ഞത്, നബിയെ അങ്ങെങ്ങാനും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അങ്ങയുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ. ശിർക്ക് മനുഷ്യ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ അമലുകളെയും നഷ്ടപ്പെടുത്തും. ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് നബിയെ, ഏറ്റവും വലിയ തെറ്റേതാണ് നബിയെ, അയ്യു ദംബി അഅലമു. നബി പറഞ്ഞു, നീ അല്ലാഹുവിൽ പങ്കുകാരനെന്ന് വാദിക്കുക. അൻ തദ്ഉ വലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ ഈ സൃഷ്ടിച്ചതിൽ അല്ലാഹു അല്ലാത്ത ആർക്കും പങ്കില്ല, നിനക്ക് അന്നം തരുന്നതിൽ പടച്ചോനല്ലാത്ത ആർക്കും പങ്കില്ല, നിനക്ക് ഇന്നേ വരെ പടച്ചോനല്ലാത്ത ആരും ഒരു ഉപകാരം ചെയ്തിട്ടില്ല, എന്നിട്ടും ഒരു ഉപകാരവും ചെയ്യാത്ത പകരക്കാരെ പടച്ചവന് വേണ്ടി സൃഷ്ടിക്കുക, അള്ളാഹുവിന് പങ്കുകാരുണ്ട്, അള്ളാഹുവിന് കൂട്ടുകാരുണ്ടെന്ന് വാദിക്കുക. ഇതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ കുടുംബത്തിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ഈമാനികമായ അന്തരീക്ഷമാണ്. ശിർക്കിനെ കുടുംബത്തിൽ നിന്ന് വലിച്ചെറിയുക. ശിർക്കിന്റെ അടയാളങ്ങളെ, ശിർക്കിന്റെ ചിഹ്നങ്ങളെ, ശിർക്കിന്റെ വർത്തമാനങ്ങളെ, ശിർക്കിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. ഇതൊരു കാര്യം മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മന്നത്താ കാഹിനൻ, ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിച്ചാൽ, ആരെങ്കിലും ഔ അറാഫൻ, കൈനോട്ടക്കാരനെ സമീപിച്ചാൽ, ശകുനം നോക്കുന്നവനെ സമീപിച്ചാൽ, കണിയാനെ സമീപിച്ചാൽ, ഫസദ്ദഖഹു ബിമാ യഖൂലു, അവൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുഹമ്മദിന് അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ അവൻ അവിശ്വസിച്ചവനാണ്. ഇത്രമേൽ ഗുരുതരമാണ് ഈ വിഷയം. ഇനി വിശ്വാസമൊന്നുമില്ല, വെറുതെ പോയി നോക്കി, ഒരു കൈനോട്ടക്കാരൻ അവിടെയുണ്ട്, ഒരു കണിയാൻ അവിടെയുണ്ട്, ഒരു മഷിനോട്ടക്കാരൻ അവിടെയുണ്ട്, ചുമ്മാ ഒന്ന് പോയി നോക്കാം, ചുമ്മാ ഒന്ന് കൈ കാണിച്ചു നോക്കാം, വിശ്വാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കില്ല. വിശ്വാസമില്ലാതെ പോയാൽ പോലും, വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ എന്റെ മേൽ ഇറക്കപ്പെട്ട ആദർശത്തിൽ അവൻ അവിശ്വസിച്ചവനുമാണ്. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയൊക്കെയോ അറിഞ്ഞോ അറിയാതെ ഇത്തരം കാര്യങ്ങളുമായി നമ്മുടെ സ്ത്രീകളോ ഒക്കെ അറിയാതെ ബന്ധപ്പെട്ടു പോകുന്നു. പലയിടത്തും ഇവിടെയുണ്ട്. എന്നോട് തന്നെ വന്നിട്ട് ഇരിങ്ങാലക്കുട ഭാഗത്ത് ചില കേന്ദ്രങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള, അവിടെ പോയ ചില ആളുകൾ വന്നിട്ട് പിന്നീട് പോയത് തെറ്റായി പോയോ എന്ന് ചോദിച്ച അവസ്ഥയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ശിർക്കിന്റെ കേന്ദ്രങ്ങൾ, പൈസ വാങ്ങാൻ വേണ്ടി, ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ചോദിക്കാം, അവരൊക്കെ ചിലത് പറയുന്നത് സത്യമാകുന്നുണ്ടല്ലോ. ഈ ചോദ്യം ആയിഷ ബീവി നബിയോട് ചോദിച്ചതാണ്. നബിയെ, ജ്യോത്സ്യന്മാരൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാവുന്നുണ്ടല്ലോ. നമുക്കും അങ്ങനെ തോന്നും. നമ്മളെ കുറിച്ചൊക്കെ പറയും, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വിവരമൊക്കെ ഇങ്ങോട്ട് തന്നെ പറയും. പറയുന്ന ചിലതൊക്കെ ശരിയായിരിക്കും. ആയിഷ ബീവി ചോദിച്ചാൽ അവർ പറയുന്ന ചിലതൊക്കെ ശരിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചിലത് ശരിയാണ്, അത് ശരിയാണ്. അതിന് കാരണം മുൻകാലത്ത് ആകാശലോകത്തേക്ക് ഇവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസം, ഖുർആനിലുണ്ട്. ജിന്ന്, പിശാച് നമ്മൾ വേറിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് സമയം കൊണ്ട് പിന്നീട് അതിലേക്ക് വരാം. പിശാചുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിന്റെ കഴിവുകളെക്കുറിച്ചും അതിന്റെ സൃഷ്ടിപരമായ ഫിസിക്കലായ അതിന്റെ കഴിവുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ജിന്നിനെ നിഷേധിക്കാൻ പറ്റൂല. ജിന്നിനെ നിഷേധിക്കരുത്. ജിന്ന് ഉണ്ട്. ജിന്നെന്നൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ. ജിന്ന് നമ്മളെപ്പോൾ ഒരു ഭാഗം സൃഷ്ടികളാണ്. അവരിൽ 2 വിഭാഗമുണ്ട്. നമ്മൾ 2 വിഭാഗമാണ്, മുഅ്മിനായ മനുഷ്യനും കാഫിറായ മനുഷ്യനും. ജിന്നുകളിലും മുഅ്മിനായ ജിന്നുണ്ട്, കാഫിറായ ജിന്നുണ്ട്. കാഫിറായ ജിന്നിനെ നമ്മൾ ശൈത്താൻ എന്ന് വിളിക്കും, കാഫിറായ മനുഷ്യനെ നമ്മൾ ശൈത്താൻ എന്ന് വിളിക്കും. ഇവർക്ക് മനുഷ്യനില്ലാത്ത ചില കഴിവുകൾ ഉണ്ടാകും. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണെങ്കിൽ ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീ കൊണ്ടാണ്. അതുകൊണ്ട് ശാരീരികമായ ചില കഴിവുകൾ അവർക്കുണ്ടാകും. ജിന്നിന്റെ പ്രായപൂർത്തി പോലും 40 വയസ്സിലാണെന്നാണ്. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ജീവിച്ചിരിക്കാൻ കഴിയും ജിന്നുകൾക്ക്. മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 80-70 കൊല്ലമാണ്. പക്ഷേ ആയിരക്കണക്കിന് മുമ്പുള്ള കൊല്ലങ്ങളുടെ അനുഭവം ഇന്ന് ജീവിച്ചിരിക്കുന്ന ജിന്നുകൾക്കുണ്ടാകും. അവർക്ക് വലിയ ഫിസിക്കലായ കഴിവുകൾ ഉണ്ടാകും. അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യം, നിഷേധിക്കാൻ പാടുമില്ല. ഇപ്പൊ നമ്മൾ ഈ ABTയുടെ വണ്ടി, ABTയുടെ പാർസൽ സർവീസിന്റെ വണ്ടിയുടെ പുറയിലൊരു ഹനുമാന്റെ ഫോട്ടോ കാണും. ഹനുമാൻ എന്താ ചുവന്നുകൊണ്ട് പോകുന്നത്? ഇത് ഹിമാലയം ചുവന്നുകൊണ്ട് പോവുകയാണ് അല്ലേ? ഹിമാലയല്ലേ? എന്താണത്? അതൊരു കഥയായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ, ലങ്കായുദ്ധത്തിൽ ലക്ഷ്മണൻ ബോധം കെട്ട് വീണപ്പോ, രാമനെയ്ത അമ്പ് ലക്ഷ്മണൻ ഏറ്റുവാങ്ങി ബോധം കെട്ട് വീണപ്പോ, ലക്ഷ്മണന് ബോധം വീഴാൻ വേണ്ടി അന്ന് വൈദ്യന്മാരെ നിർദ്ദേശിച്ചതാണ് സഞ്ജീവിനി കൊണ്ടുവരാൻ വേണ്ടി. ഹനുമാനെ പറഞ്ഞു വിട്ടു. സഞ്ജീവിനി എന്ന് പറയുന്ന ഒരു ഔഷധം, അത് കൊടുത്താലേ ലക്ഷ്മണന് ജീവൻ വരുമെന്നും വൈദ്യന്മാർ നിർദ്ദേശിച്ചു. ഹനുമാനെ പറഞ്ഞു വിട്ടു ഹിമാലയത്തിലേക്ക്. ഹിമാലയത്തിലുണ്ട് സഞ്ജീവിനി, പോയി പറിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. സഞ്ജീവനിയുടെ അടയാളങ്ങളും പറഞ്ഞു കൊടുത്തു. അതൊരു ഔഷധമാണ്, ഒരു ഔഷധ സസ്യമാണ്. പക്ഷേ ലങ്കയിൽ ചെന്നപ്പോൾ, ഹിമാലയത്തിൽ ചെന്നപ്പോ ഹനുമാൻ അത് മറന്നുപോയി. വൈദ്യൻ പറഞ്ഞു തന്ന ലക്ഷണങ്ങളൊക്കെ മറന്നുപോയി, ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഹനുമാൻ ചെയ്തതെന്താ? അതൊന്നടങ്കം മല എങ്ങനെ പറിച്ചുകൊണ്ട് വന്നു. അതാണ് ആ കഥയുടെ പിന്നിലുള്ളത്. അതിന് അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മളെ സംബന്ധിച്ച് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പൈശാചികമായ ഒരു ജിന്നിനെ കൊണ്ട് കഴിയുന്ന ഒരു കഴിവാണത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചില്ലേ, ബൽക്കീസിന്റെ സിംഹാസനം ആരാണ് എന്റെ മുമ്പിൽ കൊണ്ടുവരിക? ഖബലാൻ യഅ്തൂനി മുസ്ലിമീൻ. ബൽക്കീസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് സഭയിൽ നിന്നും. ഇവിടെ എത്തുന്നതിന് മുമ്പ് ആരാണ് ഈ സിംഹാസനം കൊണ്ടുവരാന്ന് ചോദിച്ചപ്പോൾ 2 പേര് മറുപടി പറഞ്ഞല്ലോ. ഖാലല്ലദീ ഇൻദഹു ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബലാൻ തഖൂമ മിൻ മഖാമിക്.
സുലൈമാൻ നബിയോട് പറഞ്ഞു, അങ്ങ് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനിത് കൊണ്ടുവരാം. പറഞ്ഞത് ഇഫിരീത്തു മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഇഫിരീത്താണ് പറഞ്ഞത്, മല്ലനാണ് പറഞ്ഞത്. അതിന് സാധിക്കും. ആയിരക്കണക്കിന് മൈലുകൾക്ക് അകലെ നിന്ന് നിമിഷ നേരം കൊണ്ട് അത് കൊണ്ടുവരാൻ ജിന്നിന് കഴിയും. അത് ജിന്നിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഫിസിക്കലായ കഴിവ്, അത് കറാമത്തൊന്നുമല്ല. അതൊന്നും കണ്ടിട്ട് ജിന്ന് വലിയാന്ന് വിശ്വസിക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇത്തരത്തിൽ മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ, പൈശാചികമായി സ്വാധീനം ചെലുത്താൻ ജിന്നുകൾക്ക് കഴിയും. ജിന്നുകൾ ആകാശലോകത്ത് പോയിരുന്ന് മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കുമായിരുന്നു. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. മലക്കുകൾ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പടച്ചോൻ കൊടുത്ത വഹീനെ കുറിച്ച് സംസാരിക്കും. അവർ പരസ്പരം സംസാരിക്കും. ഈരാറ്റുപേട്ടയിൽ നാളെ ഒരു മഴ പെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോൻ. അപ്പൊ എന്ത് ചെയ്യും? ഇത് ജിന്നുകൾ കേട്ടിട്ട് ജിന്നുകളെ സേവിക്കുന്ന ആളുകളുടെ അടുക്കൽ ഒന്ന് പറഞ്ഞു കൊടുക്കും, നാളെ ഈരാറ്റുപേട്ടയിൽ മഴ പെയ്യിപ്പിക്കണം എന്നവിടെ ചർച്ച നടക്കേണ്ട ആകാശലോകത്ത്, മലക്കുകൾ സംസാരിക്കുന്ന കേട്ടു എന്ന് പറയും. ജിന്നുകളെ സേവിക്കുന്ന ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ജിന്ന് സേവകർ, ഈ ജ്യോത്സ്യന്മാർ അതിന്റെ കൂടെ ഒരു 99 കളവ് കൂടി കൂട്ടിച്ചേർത്തിട്ട് പറയും, ഒരു കാര്യം സത്യമാകും, 99 കാര്യം സത്യമാകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ എന്റെ വരവോടുകൂടി അത് നിഷേധിക്കപ്പെട്ടു. ഇനി ആകാശലോകത്തേക്ക് ജിന്നുകൾ കടന്നു കഴിഞ്ഞാൽ അവരെ എറിഞ്ഞോടിക്കപ്പെടും. അതിന് മലക്കുകളെ നിയോഗിച്ചു കഴിഞ്ഞു. ഇന്ന് പരിപാടി നടക്കൂല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജ്യോതിഷവും അന്ധവിശ്വാസങ്ങളും ശിർക്കുമായി നമ്മുടെ കുടുംബിനികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ ബന്ധപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ട അതിപ്രധാനമായ രണ്ടാമത്തെ ഒരു കാര്യം. മറ്റൊന്ന് സിഹറാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അതിനെ സംബന്ധിച്ച് പറയാം. അപ്പൊ ഏറ്റവും പ്രധാനമായത് ഈമാൻ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി കുടുംബത്തിൽ ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കാമിലായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.